അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു റമദാൻ നിലാവ് ടോക്ക്. കഥയിലൂടെ കാര്യങ്ങൾ കണ്ടെത്താം. ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് JK കാർ വാഷ് ആൻഡ് കോഫി ഷോപ്പ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ, ഗ്ലോബൽ റിഹാബിലിറ്റേഷൻ സെന്റർ, മൈസൂർ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, അവരുടെ ബിസിനസ്സിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവർക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ റമദാൻ നിലാവ് ടോക്കിൽ ഫസ്റ്റ് ഡേ ആണെന്നല്ലേ. ഫസ്റ്റ് ഡേയില് നമ്മൾ ചരിത്രം പറയാൻ വേണ്ടി പോവുക, അല്ലെ, കഥ പറയാൻ വേണ്ടി പോവുകയാണ്. ഈ കഥയിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മത്സരം മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ അവർക്ക് വേണ്ടി പറയട്ടെ, നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും അമർത്തണം. കാരണം ഇത് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഒരു മത്സരമാണ്, അല്ലെങ്കിൽ കഥയുടെ മത്സരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയാലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്താശയമാണ് ഇതിലുള്ളത്, എന്താണ് നമുക്ക് മനസ്സിലായത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, അത് നിങ്ങൾ കുറഞ്ഞ വരികളെ കൊണ്ട് 5 10 എത്രയാലും കുഴപ്പമൊന്നുമില്ല, എക്സാം ഒന്നുമല്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് ശരിയായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആശയങ്ങൾ താഴെ കമന്റ്സ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ചെയ്യണേ. അപ്പോഴാണ് എനിക്ക് നിങ്ങൾ എഴുതിയ കമന്റ്സ് ഇന്ന പേരിലാണെന്നുള്ളത് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. കാരണം യൂട്യൂബിൽ ചിലപ്പോൾ ചിക്കൂന്നോ കുഞ്ഞൂന്നോ അമ്പൂന്നോ അങ്ങനെയുള്ള പേരൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന്റെ താഴെ നിങ്ങൾ ആ ചെയ്ത് തന്നിട്ടുള്ള ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് ഓരോരുത്തർക്ക് പോയിന്റ് ഇടാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള ആൾക്ക് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് മറ്റുള്ളവർക്കും സ്വന്തം ശരീരത്തിനും ഉപകാരപ്രദമായിട്ടുള്ള വിവരണം നൽകിയ വ്യക്തിക്ക് 10 പോയിന്റ് ആണുള്ളത്. ഓക്കെ, പിന്നീടുള്ളവർക്ക് അതിനനുസരിച്ച് താഴോട്ട് ഇങ്ങനെ പോയിന്റ് വരും. അങ്ങനെ 8 ദിവസത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിക്കുന്ന വ്യക്തിക്ക് ഇൻഷാ അല്ലാ 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. പിന്നീടുള്ള 5 സ്ഥാനക്കാർക്ക് 1000 രൂപ വെച്ചിട്ടായിരിക്കും ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഈ കഥ നിങ്ങൾ കേട്ടതിന് ശേഷം മറ്റ് 5 ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇതിനെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാ അങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എനിക്ക് അയച്ചു തരികയാണെങ്കിൽ 2 പോയിന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഞാനിവിടെ എഴുതി വെക്കും. കാരണം ചില സമയത്ത് ഈ മത്സരം മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കും കേട്ടോ. ഒരു പോയിന്റിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരിക. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്താൽ 5 ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ 2 പോയിന്റൊക്കെ ആയിരിക്കും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പൊ അതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്. ഈ കഥയും നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ വീഡിയോയും നിങ്ങൾ 5 ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എനിക്ക് എടുത്തു തരണം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ കഥയിലൂടെ നമുക്ക് കാര്യം കണ്ടെത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു വഹി കൊടുക്കുകയാണ്. എന്താ വഹിയിലുള്ളത് എന്നറിയോ? മൂസ, തൂരിസിനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തൊരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്. ആ മനുഷ്യനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നീ മറവ് ചെയ്യണം മൂസ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വഹി കൊടുത്തപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വല്ലാത്ത സന്തോഷായി. കാരണം എന്താണെന്നറിയോ, അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ടുപോയി മറവ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് വഹി തരണമെങ്കിൽ അദ്ദേഹം അത്രയും മഹത്തരമുള്ള മഹാനായ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ഇത് കേട്ട പാടെ തൂരിസിനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് പോയി നോക്കുമ്പോ ഒരു മനുഷ്യനുണ്ട് അവിടെ മരിച്ചു കിടക്കുന്നു. ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് എങ്ങനെയെന്നറിയോ? അദ്ദേഹം ആകെ എല്ലും കോലുമായിട്ടുണ്ട്. ശരിയായിട്ട് ഭക്ഷണമൊന്നും കിട്ടാത്ത അവസ്ഥയിൽ അദ്ദേഹം ശരീരം ആകെ വളരെ ശുഷ്കിച്ച രീതിയിൽ എല്ലും കോലുമായിട്ടാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വല്ലാത്ത സങ്കടം തോന്നി. മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചു, പടച്ചോനെ, ഇത്രേ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ ഇത്, എന്നിട്ട് ഈ മനുഷ്യൻ ഇത്രേ
വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ശരീരമൊക്കെ ശുഷ്കിച്ചിട്ട് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ പോലെ ഇങ്ങനെ ഇവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസ സങ്കടപ്പെടേണ്ട, ഞാൻ ആ മനുഷ്യനെ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ലൈഫ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ബാക്കിൽ ഒരുപാട് രഹസ്യമുണ്ട് മൂസ, അതുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മൂസ, അങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ദൂർത്തൊന്നുമില്ല, ഒരുപാട് സാമ്പത്തിക ഭദ്രത ഒന്നും ഇല്ല, ഒരുപാട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അല്ലെ. അപ്പൊ അദ്ദേഹം അത്രേ കുറച്ച് കാര്യങ്ങൾ എന്റെ മുന്നിൽ ബോധിപ്പിച്ചാൽ മതി. എന്നാല് മൂസാ നബിയെ, നിങ്ങളൊരു കാര്യം നോക്കണം. അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തലയണയായിട്ട് ഒരു മണ്ണിന്റെ കട്ട അദ്ദേഹം വെച്ചത് താങ്കൾ കണ്ടോ? ഒരു മൺകട്ടയാണ് തലയണായി വെച്ചിരിക്കുന്നത്. അള്ളാഹു പറയാണ്, മൂസാ നബിയെ, ആ മൺകട്ട എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ളതിന്റെ ഓരോ കാര്യവും എന്നോട് ബോധിപ്പിച്ചല്ലാതെ ആ മനുഷ്യനെയും ഞാൻ വിടില്ല മൂസ. നോക്കണം സുഹൃത്തുക്കളെ, താൻ തലയിൽ ഇങ്ങനെ തലയണയായിട്ട് വെച്ച മൺകട്ട എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് എന്നോട് ബോധിപ്പിക്കാതെ അദ്ദേഹത്തിന് ഞാൻ ഒരടി അങ്ങ് വിൽക്കാൻ അല്ലെങ്കിൽ ഒരടി അങ്ങോട്ട് വിടില്ല മൂസാ നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടെ അങ്ങനെ നിന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടായേക്കാം, സൗകര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ എങ്ങനെ ഏത് രീതിയിൽ ചെലവാക്കുന്നു എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. 4 ആള് കൂടുന്നതിന് 10 ആളുകളുടെ ഭക്ഷണം വെച്ചിട്ട് അത് വെറുതെ ജാടക്ക് വേണ്ടി കളയാണ്. പലപ്പോഴും സ്വന്തം കുടുംബത്തിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആഡംബരത്തിന് വേണ്ടി, നാട്ടുകാർ പറയാൻ വേണ്ടിയിട്ട്, ചാനലിൽ വരാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടാണ്. എത്രയാണ് നമ്മൾ റബ്ബിനോട് മറുപടി പറയേണ്ടി വരിക? നല്ലൊരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക്. എന്നാലോ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരി വലിച്ചെറിയുന്ന ആളുകളുണ്ട്. അവരോട് നല്ലൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് അതിലൊരു അസ്വസ്ഥതയാണ്. അവിടെ തന്നെ അറിയാം അവരുടെ മനസ്സ് ഒരിക്കലും ഹൈറിലല്ല പോകുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും ഈ ഒരു കഥയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ഒരുപാട് പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. എന്ത് കർമ്മമാവട്ടെ, എന്ത് ചിലവഴിച്ചതാവട്ടെ, എന്ത് സമ്പാദിച്ചതാവട്ടെ, ഒരണുത്തൂക്കം അത് നമ്മൾ കാണും. അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും, അതിന് നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും. അതേപോലെ തന്നെ അണുത്തൂക്കം ഹൈറാണെങ്കിലും കാണും, അണുത്തൂക്കം ഷെറാണെങ്കിലും കാണും. അപ്പൊ നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിലേക്കൊക്കെ ചെലവഴിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ നമ്മളൊക്കെ ഇത്രയും ആഡംബര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമ്പത്തുണ്ടാക്കുന്നതോ തൊഴിൽ ചെയ്ത് സമ്പന്നനാകുന്നതോ ഇതൊന്നും മതം എതിരല്ല. പക്ഷേ ഇവിടെ ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്ത ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ നല്ല ആശയത്തോടു കൂടി താഴെ കമന്റ്സ് ആയിട്ട് എഴുതൂ ഇൻഷാ അള്ളാഹ്. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഫസ്റ്റ് കിട്ടുന്നവർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. ബാക്കിയുള്ള 5 സ്ഥാനക്കാർക്ക് 1000 രൂപയും വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 10000 രൂപയുടെ ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ള കോഴ്സ് പെരുന്നാളിന് ശേഷം ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാഷാ അല്ലാഹ്, അടിപൊളി കോഴ്സാണ്, പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ അർത്ഥങ്ങൾ കണ്ടെത്താത്ത ഒരുപാട് ഏരിയകൾക്ക്, നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്ത ഒരുപാട് ഭാഗങ്ങൾക്ക് പരിഹാരം നൽകുന്നതായിരിക്കും ഇസ്ലാമിക് സൈക്കോളജി എന്നുള്ളത്. അതിലേക്കുള്ള പ്രവേശനം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, അത് ജയിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ഈ പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ട് ഇവിടെ നമുക്ക് നമ്പർ തന്ന വാട്സപ്പ് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ കഥ നിങ്ങൾ കേട്ട് കാണും. അതിന് എന്താശയമാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത്, അത് നിങ്ങൾ നന്നായിട്ട് പങ്കുവെക്കുക. പിന്നെ ഓരോരുത്തരുടെ കമന്റ്സും വായിച്ചു നോക്കി പരസ്പരം ലൈക്ക് കൊടുക്കുക, ആ കമന്റ്സിന് മറുപടി കൊടുക്കുക. നിങ്ങൾക്ക് ആ കമന്റ്സുമായിട്ടുള്ള ചർച്ചകൾ നടത്താം. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കൂട്ടോ. അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവസാനം വിജയിയെ തെരഞ്ഞെടുക്കുക. നല്ലൊരു പെർഫോമർ തന്നെയായിരിക്കും ഈ പ്രോഗ്രാമിലെ വിജയി. അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഒരു കമന്റ് എഴുതി നിങ്ങൾ എവിടേക്കും ഓടണ്ട. അതിലൊക്കെ ഹൈറുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാവരും കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്, ലൈക്കൊക്കെ കൊടുക്ക്. അപ്പൊ ശരി, ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു കഥയുമായിട്ട് കാണാം. ഒത്തിരി സ്നേഹത്തോടു കൂടി
റസാൻ നിസാമി.